വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അവിടെ എലഞ്ഞിത്തറ മേളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരത്തിനുള്ളിൽ കുടമാറ്റം നടക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് തിരക്കധികം കൂടനേക്കാളും മുന്നേ നടക്കുകയാണ്. പോണ വഴി കടകളും കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി വരിക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഓക്കെ, കമോൺ ഗൈസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോ നല്ല തിരക്ക് കാണാണ്ട്. അതിന്റെ ഉള്ളിൽ പോകുമ്പോ സ്ഥലം കിട്ടുമോന്നൊന്നും അറിയില്ല. ഇപ്പൊ ഏതാണ്ട് 4 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് സ്ഥലം പിടിക്കാൻ പോവാം. ഫ്രീ ആയിട്ട് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. വിവിധ വർണ്ണത്തിലുള്ള കുടകൾ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവിടുത്തെ ഫോറിനേഴ്സൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ സ്ഥലമൊക്കെ ബുക്ക് ചെയ്തു. കുറച്ച് മുമ്പ് വരെ ആളുകൾ ഭയങ്കര കുറവായിരുന്നു. ഇപ്പൊ അതേ കുഞ്ഞു കുട്ടികളും മുതല് മുതിർന്ന ആൾക്കാർ വരെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ചൂടൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും വന്ന് നിൽക്കണം. വിശേരിയും ഒരു തൊപ്പിയൊക്കെ ആയിട്ട് നമുക്കൊരു പ്രത്യേക സ്ലോട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് കാണാട്ടോ അങ്ങോട്ടേക്ക്. ഗൈസ്, എനിക്ക് വലിയ മരം കിട്ടിയില്ല, ചെറിയ മരം കിട്ടിയുള്ളൂ. അതിന്റെ തണല് നോക്കിയിരുന്നത്. ഗൈസ്, തെക്കോട്ടിറക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കാണാനില്ല, വലിയ കാര്യത്തിന് സ്ഥലം വന്ന് പിടിച്ചു. ഇപ്പൊ തെക്കോട്ടിറക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെ അത് കണ്ട് ആസ്വദിക്കുകയാണ്. കാരണം ഇത്രയും തിരക്കിനിടയ്ക്കാണ് നമ്മൾ ഇതിന്റെ ഇടയിൽ നിൽക്കുന്നതെന്നുള്ളത് ഇത് കണ്ടപ്പോഴാട്ടോ മനസ്സിലായത്. അങ്ങനത്തെ ആനകളെല്ലാം അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. കാണാൻ അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. നമുക്ക് ഹൈറ്റ് ലേശം കുറവായതുകൊണ്ട് സംഭവം തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് നേരിട്ട് കാണാൻ തന്നെ പറ്റിയത്. അതിനിടയ്ക്ക് നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ആരൊക്കെയോ കല്ലെറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരാളുടെ ഫോണിൽ വന്നിട്ട് ആ കല്ല് തട്ടി ഫോണൊക്കെ പൊട്ടിയായിരുന്നു. അപ്പോൾ അത് കാരണം പോലീസുകാർ വന്ന് ഇടപെട്ടതാട്ടോ. അങ്ങനെ തെക്കോട്ടിറക്കാൻ കഴിഞ്ഞ് കുടമാറ്റമൊക്കെ തുടങ്ങിയിട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ആനകളെല്ലാം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നതിന് ശേഷം കയറ് തുറന്നപ്പോ നല്ലൊരു റഷ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറെ പേര് കെട്ടിവെച്ച സ്ഥലത്ത് ഇരിക്കണ കാരണം അതിന്റെ ബാക്കിൽ നിൽക്കണ 14 ആൾക്കാർ ഞാൻ ഉൾപ്പെടെ ഒന്നും കാണാൻ പറ്റിയില്ല. അതുമല്ല ഭയങ്കര പൊടിയായിരുന്നു. നമുക്ക് മൂക്കി കൂടെ ശ്വസിക്കുമ്പോൾ തന്നെ അറിയാം പൊടിയൊക്കെ നല്ല മണം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ കിട്ടുന്ന ഒരു രോമാഞ്ചം ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. മേളത്തിന്റെ ഇടയിൽ സ്കിൽസ് എടുക്കാൻ കുറെ പേര് പൊത്തി പിടിച്ചിട്ട് അറിയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു ഗ്യാപ്പ് കിട്ടുമെന്ന് കുറെ നേരം നിന്ന് നോക്കി, പക്ഷെ അത് കിട്ടിയില്ല ഗൈസ്. അങ്ങനെ നമ്മുടെ കുടമാറ്റം അവസാനിക്കുന്ന ഏതാനും നിമിഷങ്ങളാട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ തൃശ്ശൂർ പൂരം അവസാനിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ.